ആ നമ്മളിപ്പോൾ ഇനി കാണാൻ പോകുന്നത് എവിടെയാ? ജോർജ് വാഷിംഗ്ടൺ ബ്രിഡ്ജ്. ജോർജ് വാഷിംഗ്ടൺ ബ്രിഡ്ജിലോട്ട് കയറാൻ പോവാം. ന്യൂജേഴ്സിയും ന്യൂയോർക്കിനെയും ബന്ധിപ്പിക്കുന്ന പാലമാണ്. വളരെ പുരാതനമായ പാലം. പുരാതനമായ എത്ര വർഷം പഴക്കം കാണുമല്ലോ? ഏകദേശം 100 വർഷത്തിന് മേളിൽ പഴക്കമുണ്ട്. 100 വർഷത്തിന് മേളിൽ പഴക്കമുള്ള ബ്രിഡ്ജാണ്. 6 വരി മേളിലും താഴെയായിട്ട് 6 വരി ഒരു സൈഡിൽ 6 വരി പാതയാണ്. മേളിലും താഴെയായിട്ട് 6 വരി പാത. മിഷനറീസ് ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ പാലം. 100 വർഷം മുമ്പ് എന്നൊക്കെ പറയുമ്പോൾ ഇത്രയും വലിയ ഇപ്പോഴത്തെ കാലത്തുള്ള മിഷനറി ഒന്നും അന്നില്ല. അടിപൊളി. ഇതാണ് ജോർജ് വാഷിംഗ്ടൺ ബ്രിഡ്ജ്. ഒരു വലിയ ബ്രിഡ്ജ് തന്നെയാണ്. നമ്മൾ താഴത്തെ ഭാഗത്തൂടെ പോകുന്നത്. ഇതിന്റെ അടിയിലത്തെ നിലയിൽ കൂടെ പോകുന്നത്. അടിയിലത്തെ വരിയിലൂടെ. ഇത് എത്ര കിലോമീറ്റർ കാണും? ഇതൊരു 1 കിലോമീറ്ററിനകത്ത്. 1 കിലോമീറ്റർ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. 1 point something. ഉണ്ടോ? 3 വരിയാ. 3 വരിയാ ഈ പാലത്തിന്. 3 വരി. അത് മേളിൽ 3 വരി. അങ്ങനെ 6 വരി. ഒരു സൈഡ്. അതുപോലെ തിരിച്ചുകൊണ്ട് 6 വരി. അങ്ങനെ 12 വരി പാതയാണ് ഹാങ്ങിങ് ബ്രിഡ്ജ് ഈ ബ്രിഡ്ജിലുള്ളത്. കൃത്യമായി മെയിൻ്റനൻസും കൃത്യമായി ഇത് മോണിറ്ററിങ്ങും ഒക്കെ ഉള്ള ഒരു ബ്രിഡ്ജാണ്. ഉണ്ടോ? അതിൻ്റെ മേളിലത്തെ പിന്നെ ഇരുമ്പ് റാഡുകളൊക്കെ കണ്ടില്ലയോ? 100 വർഷം മുമ്പ് പണിഞ്ഞതാ. വളരെ മനോഹരമായിരിക്കുന്ന അല്ലേ? ഇപ്പോഴും ഇതിൻ്റെ ഒരു ബലം. വലിയ ഇരുമ്പ് റാഡുകളാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. എങ്കിലല്ലേ അതിൻ്റെ ഭാരം താങ്ങത്തുള്ളൂ. വലിയ ട്രക്കുകളെല്ലാം പോകുന്നു. കാറുകളും. അത് തന്നെ. മേളിലൂടെ പോകുന്നത് ട്രക്കുകളാണ് പോകുന്നത്. അത് ട്രക്കും ബസ്സുകളും. ട്രക്കെന്നൊക്കെ പറഞ്ഞാൽ 12 വീലും 24 വീലും ഒക്കെ ഉള്ള വലിയ ട്രക്കുകളാണ് പോകുന്നത്. ടൺ കണക്കിന് സാധനങ്ങളുമായി പോകുന്ന ട്രക്കുകളാണ്. അതുപോലെ ബസ്സുകൾ, അതുപോലെ വലിയ വണ്ടികൾ, വലിയ വാഹനങ്ങളാണ് മുകളിലത്തെ റോഡിൽ കൂടെ പോകുന്നത്. താഴെ ഇതുപോലെ കാറുകളും മറ്റ് ചെറിയ വാഹനങ്ങൾ. ഇത് 1 കിലോമീറ്റർ ഒന്നും അല്ല കേട്ടോ. 1 കിലോമീറ്ററോ 2 കിലോമീറ്ററോ അല്ല, അതിൽ കൂടുതലുണ്ട്. ഇതെന്താ? ഹഡ്സൺ പാർക്ക് വേ. ഇതിങ്ങനെ ചുറ്റിപ്പിണഞ്ഞ് കിടക്കുകയാണ്. ഇല്ല, പാമ്പിൻ്റെ പിന്നെ ഇതുപോലെ ചുറ്റിപ്പിണഞ്ഞ് കിടക്കുകയാണ്. 1 കിലോമീറ്ററോ 2 കിലോമീറ്ററോ അല്ല, ഇത് കിലോമീറ്ററുകളോളം ഉണ്ട്. എത്ര ഇതുണ്ടെന്നറിയാമോ? ഈ 2 ലെയറായിട്ടാണ് ഉള്ളതെങ്കിലും 6 12 വരി പാതയാണെങ്കിലും ഇത് വളരെ ഇത്രയും ട്രാഫിക് ബ്ലോക്കൊക്കെ ഒഴിവാകത്തില്ലേ? എത്ര വാഹനങ്ങളാണ് പോകുന്നതെന്നറിയോ? എത്ര വാഹനങ്ങൾ! കാരണം ന്യൂജേഴ്സിയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് പോവുകയും ന്യൂയോർക്കിൽ നിന്ന് ന്യൂജേഴ്സിയിലേക്ക് വരികയും ചെയ്യുന്ന വാഹനങ്ങളെല്ലാം ഇതുവഴിയാണ് പോകുന്നത്. ആയിരക്കണക്കിന് വാഹനങ്ങൾ, പതിനായിരക്കണക്കിന് വാഹനങ്ങളാണ് ദിവസവും ഇതിലൂടെ പോകുന്നത്. 100 വർഷം പഴക്കമുള്ള ബ്രിഡ്ജാണെന്ന് ഓർക്കണം. അപ്പം അതിൻ്റെ സേഫ്റ്റി അപാരം തന്നെ അല്ലേ? ഒരത്ഭുതമാണ്. ലോക അത്ഭുതങ്ങളിൽ ഒന്നാണ്. ന്യൂയോർക്കിലോട്ട് കയറി. അങ്ങനെ ന്യൂജേഴ്സി കഴിഞ്ഞ് ന്യൂയോർക്കിലോട്ട് കയറി.